എൻ്റെ പ്രസംഗം കുറേയധികം വിവാദങ്ങളുണ്ടാകാനിടയായി. അതാണ് ആ വിവാദങ്ങൾ. അത് പറയുമ്പം സ്ത്രീയെ 17 മിനിറ്റും 21 സെക്കൻഡുമുള്ള എൻ്റെ പ്രസംഗത്തിൽ സ്ത്രീ വിരുദ്ധമായി സ്ത്രീകളെ അപമാനിക്കുന്നതിൽ ഞാനൊന്നും പറഞ്ഞു എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടില്ല. ഇല്ല. പക്ഷേ എൻ്റെ പ്രസംഗം വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഏതാനും ദിവസം കണ്ടില്ലേ പത്രത്തിലും മാധ്യമങ്ങളിലെല്ലാം ഇതെല്ലാം നിന്നത്. അതുകൊണ്ടാണ് അതൊരു വിവാദം ഉണ്ടാക്കി. അതുകൊണ്ടാണ് എന്നെ പാർട്ടി ശാസിച്ചത്. ഞാനത് അംഗീകരിക്കുന്നുണ്ട്. ശരിയാ, വിവാദമുണ്ട്. തന്നെയല്ല, ഞാൻ മന്ത്രിയാണ്, പാർട്ടി നേതാവ്, സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, പ്രത്യേകിച്ചും മന്ത്രിയാണ്. അതും ഒരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ ശാസിച്ചത്. അത് എനിക്ക് നല്ല ബോധ്യമാണ്. പെശകല്ല. എൻ്റെ പ്രസംഗത്തിനകത്ത് ഒരു വിവാദം സൃഷ്ടിക്കാൻ ഞാനൊരു കാരണക്കാരനായല്ലോ എന്നതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഞാനത് 100% ഉൾക്കൊള്ളുന്നുണ്ട്. പാർട്ടിയുടെ ശിക്ഷ, പാർട്ടി എന്നാ ശിക്ഷിച്ചാലും പറഞ്ഞാലും കിട്ടില്ല. പിന്നെ പാർട്ടിയും കൊണ്ട് നടക്കാൻ പറ്റും. പ്രസംഗത്തിൻ്റെ ഞാനൊരു നാടൻ ശൈലിയാണ്, അതേ ഉള്ളൂ. എൻ്റെ ശൈലി മാറിയാൽ ഞാൻ തന്നെ പോയി. അതാണ്. എനിക്കിന്നിപ്പോൾ പുതിയ ശൈലി എങ്ങനെയാണ്? 2-3 MA പാസ്സായ ഒരു ആളുകളുണ്ട്. അവരുടെ ശൈലി എനിക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയില്ലല്ലോ. എനിക്ക് നാടൻ ഭാഷ, നാടൻ രീതി, തിരുവാങ്കൂർ ഭാഷ, മലയോര പ്രദേശമാകുമ്പോൾ ഇവിടുത്തെ ഒരു ഭാഷ. അത് വലിയ മോശം ഭാഷയാണെന്നുള്ള അഭിപ്രായമില്ല. പക്ഷേ നാടൻ രീതിയാണ്, അതേ ഉള്ളൂ. അത് ആ രീതി തന്നെ തുടരും. പക്ഷേ വിവാദങ്ങളുണ്ടാകാതെ പണ്ട് പർച്ചേസ് ലോണൊക്കെ എടുത്ത് ദീർഘനാൾ കൊണ്ടുള്ള കൃഷിയുടെ അധ്വാനത്തിൻ്റെയും ഫലമായി അവൻ കുറേ ഭൂമി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നിയമവിരുദ്ധം ഉണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെന്ന്. നടപടി എടുക്കാൻ കണം പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ്റെ ഭൂമി, കൈവശം ഭൂമി, ആവശ്യമില്ലാത്ത ഭൂമി നിയമവിരുദ്ധമായി അവൻ കൈവച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് നിയമമുണ്ടല്ലോ, ശക്തിയായി പ്രതികരിക്കട്ടെന്ന നിയമം. അതാണ് ചെയ്യേണ്ടത്. അതൊന്നുമില്ല. പിന്നെ എനിക്കിട്ട് ഒലത്താൻ വേണ്ടിയിട്ട് ലംബോൻ്റെ കാര്യം പറഞ്ഞുള്ളവരോ വേണ്ട. ലംബോരം വേറെയാണ്. അനിയനാണേലും അയാൾക്ക് സ്വതന്ത്രമായ ജീവിതവും ഏർപ്പാടും കൃഷിയും ഏർപ്പാടും ഒക്കെ ഉണ്ട്. വള കച്ചവടവും എല്ലാം ഉണ്ട് അയാൾ വഴി. നമ്മുടെ കച്ചവടം ഏതാ? പൊതുപ്രവർത്തനം, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ജോലി. നമ്മൾ ഈ ജോലിയായിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് ഒരു കാര്യമാണ്, എന്നെ ഇതൊന്നും പറഞ്ഞ് എന്നെ ഒന്നും ആർക്കും ഇരുത്താൻ പറ്റുകയില്ല. ഞാൻ ഇത് കൊണ്ടുവരും തോറും തിളച്ച് നിൽക്കും എൻ്റെ യശസ്. പാർട്ടി നടപടി സ്വീകരിച്ചെന്നോർത്ത് എനിക്കൊന്നും ഒരു ദുഃഖവുമില്ല. കാരണം അത് എൻ്റെ പാർട്ടിയല്ലേ. എന്നെ ഇത്രയും കൈ പിടിച്ചുയർത്തി ഈ ഉത്തരവാദിത്തമല്ല ഏറ്റിയ പാർട്ടി എൻ്റെ ഭാഗത്തൊരു പെശക് വന്നെന്ന് അവർക്ക് തോന്നുമ്പം അവർ ശിക്ഷിച്ചെന്നാൽ ഞാനത് സർവാത്മന സ്വീകരിക്കാൻ ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇനി